യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. ഇത്രയും കാലം ജീവിച്ച പോലെ ആവില്ലിനി. ഇവിടെ നിന്നിറങ്ങി അങ്ങോട്ട് ചെന്നാലേ പുഴുത്ത പട്ടിയെ തല്ലി ഓടിക്കുന്നല്ല എന്നെ ഓടിക്കുകയുള്ളൂ. ആ കുടുംബജീവിതം ഇനി അധികകാലം ഉണ്ടാകാൻ പോകുന്നില്ല ശങ്കറെ. തൽക്കാലം അവരൊന്നിച്ചു നീങ്ങും. എടോ, ഒന്നോർത്ത എനിക്കതാ നല്ലത്. ഒറ്റയടിക്ക് എല്ലാത്തിനും തീർക്കാൻ അവരൊന്നിക്കുന്നതാ നല്ലത്. അല്ല, പലപ്പോഴും ഞാൻ നിങ്ങളോട് ചോദിച്ചിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ഉത്തരവൊന്നും പറഞ്ഞിട്ടില്ല. എന്താ നിങ്ങൾക്ക് നന്ദേട്ടനോട് ഇത്രയും വലിയ വൈരാഗ്യം? കരിയറിന്റെ തുടക്കത്തിൽ നിങ്ങളോട് എന്തെങ്കിലും ദ്രോഹം ചെയ്തിട്ടുണ്ടോ? അതോ നന്ദേട്ടന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെ ചതിച്ചിട്ടുണ്ടോ? താനിപ്പോ ഉപയോഗിച്ച വാക്കില്ലേ, അത് തന്നെ, ചതി. എന്നെയല്ല, എന്റെ പെങ്ങളെ. എനിക്ക് മനസ്സിലായില്ല. ആ അരുണിമ തന്റെ ഏട്ടത്തീമയായിട്ട് വരുന്നതിന് മുമ്പ് നന്ദൻ സ്നേഹിച്ചതും വിവാഹം കഴിക്കാമെന്ന് വിശ്വസിപ്പിച്ചതും എന്റെ പെങ്ങളെയായിരുന്നു, എന്റെ അഞ്ജനയെ. സഹോദരിയായിട്ടല്ല ഞാൻ അവിടെ കണ്ടിരുന്നത്. എനിക്കവളും മകള് തന്നെയായിരുന്നു. അവളുടെ ഏതിഷ്ടവും സാധിച്ചു കൊടുക്കാൻ എന്നും മുന്നിൽ നിന്നത് ഞാൻ തന്നെയായിരുന്നു. എന്നോട് പറയാത്ത ഒരു രഹസ്യം അവൾക്കില്ലായിരുന്നു. എന്നിട്ട് ഇത് മാത്രം അവൾ എന്നോട് മറച്ചു വെച്ചു. മനസ്സറിഞ്ഞ് സ്നേഹിച്ചതിന് പകരമായി അവളുടെ വയറ്റിൽ ഒരു വിത്തിട്ടിട്ട് തന്റെ ചേട്ടൻ മറ്റൊരു വിവാഹം കഴിച്ചത്. അതോടെ എന്റെ പെങ്ങൾ തകർന്നുപോയി. തന്നെ സ്നേഹിച്ചയാൾ തന്നെ വഞ്ചിച്ചെങ്കിലും തിരിച്ചു ചതിക്കാൻ അച്ഛൻ ഒരുക്കുമായിരുന്നില്ല. വയറ്റിൽ വളരുന്ന കുഞ്ഞിന്റെ അച്ഛൻ ആരാണെന്ന് ചോദിച്ചിട്ടും ഏറെക്കാലം അവൾ പറഞ്ഞില്ല. കുഞ്ഞിനെ കളയാനും കൂട്ടാക്കിയില്ല. പക്ഷേ പ്രസവിക്കുന്നതിന് മുമ്പ് ഞാനത് കണ്ടുപിടിച്ചു. പക്ഷെ അപ്പോഴേക്ക് തന്റെ ചേട്ടൻ അരുണിമയെ വിവാഹം കഴിച്ചു. സ്വന്തം കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ ആ കുഞ്ഞിനെ ഒഴിവാക്കിയ മാർഗമുള്ളൂ ഞാൻ കരുതി. പ്രസവത്തോടെ മരിച്ചുപോയിന്ന് അവളെ ഞാൻ വിശ്വസിപ്പിച്ചു. എന്റെ ഈ കൈകളുകൊണ്ട് അവനെ കൊല്ലാൻ കൊടുത്തയച്ചത്. അന്നു മുതൽ ആ കുട്ടി എന്റെ മനസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ടില്ല. ഓരോ വർഷം കഴിയുന്തോറും അവള് എന്റെ മനസ്സിലാ വളർന്നു വലുതാവുന്നത്. ആ സംഭവത്തിന് ശേഷം എന്റെ പെങ്ങളുടെ ജീവിതം നേരെയായിട്ടില്ല. മറ്റൊരു വിവാഹം കഴിപ്പിച്ചെങ്കിലും അവളെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ ഞങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. അവളുടെ ജീവിതം ഇങ്ങനെ ആക്കിയിട്ട് തന്റെ ചേട്ടൻ കുടുംബമായിട്ട് ജീവിക്കുന്നത് ഞാൻ കാണണം. ഒരിക്കലും അത് സംഭവിക്കില്ല ശങ്കറെ. അപ്പൊ ഏട്ടൻ സഞ്ചരിച്ചിരുന്ന കാർ അപകടപ്പെടുത്തിയതിന്റെ കാരണം ഇതാണോ? അരുണിമയടുത്തേക്ക് ഈ കാര്യം അറിയാമായിരുന്നു? അറിയാമായിരിക്കും. അതുകൊണ്ടാണല്ലോ അന്നവർ എന്റെ പെങ്ങളെ കാണാൻ വീട് തേടി വന്നത്. പക്ഷെ അപ്പോഴേക്കും അവളെ ഞങ്ങൾ വിവാഹം കഴിപ്പിച്ച് അവിടുന്ന് മാറ്റിയിരുന്നു. കമ്മീഷണറെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ? നിങ്ങൾ നിങ്ങളുടെ പെങ്ങളുടെ കുഞ്ഞിനെ കൊന്നുകളഞ്ഞു. അവര് വേറെ വിവാഹവും കഴിച്ചു. നന്ദേട്ടനും മറ്റൊരു വിവാഹം കഴിച്ചു. എന്നിട്ടും നന്ദേട്ടന്റെ കുടുംബം ഇല്ലാതാവണമെന്ന് നിങ്ങൾക്ക് വാശി വരാൻ കാരണം?
എന്റെ പെങ്ങളുടെ ജീവിതം ഒരു ദുരന്തമായി മാറിയതുകൊണ്ട്. തന്റെ ചേട്ടനുണ്ടാക്കിയ ട്രോമയിൽ നിന്ന് ഇന്നും അവൾ കരകയറിയിട്ടില്ല. അവളുടെ കുടുംബം പോലൊരു നശിച്ച കുടുംബം ഉണ്ടല്ലോ ഈ ഭൂമിയിലില്ല, ഈ ഭൂമിയിൽ വേറെ കാണില്ല. അങ്ങനൊരു കുടുംബത്തിലേക്ക് അവൾ ചെന്ന് ചേരാൻ കാരണം തന്റെ ചേട്ടൻ ചെയ്ത ചതിയാണ്. അവൾ ദുഃഖിച്ചുകൊണ്ടിരിക്കുമ്പോ തന്റെ ചേട്ടൻ സന്തോഷത്തോടെ ജീവിച്ചുകൊണ്ടിരിക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ.